ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോ എന്താണ് എന്താണ് എന്തോ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മളല്ല ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ വെൽ ഡു ഹൗ വെൽ വി ഡു നോ ഈച്ച് അതർ ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിൽ പറയും. ഞാൻ കാപ്പിനോടും 10 ചോദ്യം ചോദിക്കും, ഇന്നെ കുറിച്ചൊരു കാപ്പ് ഇന്നോടും 10 ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൽ ആരാണ് ഞങ്ങളിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കിക്കണമെന്ന് നോക്കണ ചാലഞ്ചാണ് ചെയ്യാൻ വേണ്ടി പോണത്. അതെ, ഒരു ചലഞ്ച് കൊടുക്കാൻ കുടുംബം കലങ്ങോ ഇല്ലെന്ന് അറിയാം. നമുക്ക് ഒന്ന് കാക്കു ചോദിക്കും, ഒന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ വേണ്ട, 5 ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണം. വേണ്ട, ആരാ ചോദിക്കണം? ആദ്യം ഈ ചോദിക്കാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മള് ഈ തല ചോർന്നൊന്നും പേര് കേട്ടോ. തല ചോർന്നോട്ട് മറ്റേ സാധനം ഫസ്റ്റ്. അപ്പൊ ഗൈസ് ഫസ്റ്റ് ഇവളാണ് ചോദിക്കണേ. ചോദിക്കും. എന്താ അതൊക്കെ ആൾക്ക് വരും. അതിന്റെ ട്രിക്കല്ലേ? ട്രിക്കല്ല അല്ലാതെ. നമ്മള് ആദ്യമായിട്ട് കണ്ട ഡേറ്റ് പറയാ. വളരെ നല്ലൊരു ചോദ്യമാണത്. നല്ല ചോദ്യം തന്നെയാണ്. പറയാ. അതായത് അതൊക്കെ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാക്കു ആലോചിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആദ്യമായിട്ട് കണ്ട ദിവസം ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നമുക്കത് അറിയൂല. കാക്കുന് പിന്നെ ചെറുപ്പം ഡേറ്റ് ആദ്യം കണ്ട ഡേറ്റ് പറേ. ഇത് വീഡിയോ ഫുള്ള് ഇത് ആലോചിച്ചിരിക്കണേക്കൂലേ. ഞാൻ 10 പേരെണ്ണം. 1 ഏപ്രിൽ 2 അല്ലട്ടോ, ഏപ്രിൽ അല്ല. അതായത് ജനുവരി 4-ാം തീയതി. ജനുവരി 4-ാം തീയതി. ജനുവരി 5-ാം തീയതി കണ്ട്. ജനുവരി 5-ാം തീയതി കണ്ട് അല്ലേ? ജനുവരി 5-ാം തീയതി കണ്ട്. അതിന് കാര്യമില്ല. കണ്ടേ വീഡിയോ എടുക്കായിട്ട് കാര്യമുണ്ടോ ഇനി അപ്പൊ തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. മൂട് ആഗസ്റ്റ് 22-ാം തീയതിയാണ് നമ്മള് ഫസ്റ്റ് കണ്ടത്. 2 എന്നുള്ളതിന്റെ പുറത്ത് 2 കുട്ടി ഞാൻ ഉദ്ദേശിച്ചത് അതാണേ. അപ്പൊ 4-ന്നല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കണ്ട്. ഇതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. തീരുമാനം ഉണ്ടാക്കും. കാപ്പിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ജനുവരി 5-ാം തീയതി. എത്ര പറഞ്ഞത്? ആഗസ്റ്റ് 22. ആഗസ്റ്റ് 22-ആണ് ഗെയ്സ്. ഇതും കൂടി അറിയാത്തൊരു കെട്ടിയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് മനസ്സിലാക്കി പോകുന്നു. അതൊന്നും എടുത്തിട്ടോ, ഈ പറഞ്ഞൊന്നും എടുത്തിട്ടോ. അതെ, ആഗസ്റ്റ് 22-ാം തീയതിയാണ്. ഇങ്ങനത്തെ ചോദ്യമൊക്കെ അല്ലേ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ഒറ്റലോണ് അല്ല. പറയാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാക്കു. വേഗം പറയാം. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോയത് ഏത് ഡേറ്റിനാണ്? അതെ അതെ, കാക്കുനറിയോ? ഇക്കറിയില്ല. കാക്കു പറ. എന്താ അറിയില്ല. കാക്കു പറ. അറിയൂല. ഞാനല്ലേ ചോദിച്ചു ഇത്ര പറയണ്ട്. ഫസ്റ്റ് ട്രിപ്പ് പോയ ഡേറ്റ് എന്നാണ്? അല്ല, എനിക്കറിയില്ല. മനസ്സിലായോ സ്നേഹം എത്ര ഉണ്ട്? എനിക്ക് മനസ്സിലായി. ഓർക്കും മനസ്സിലായിട്ടുണ്ടോ? കാക്കൂനോട് ഭയങ്കര സ്നേഹം പറഞ്ഞു. നമ്മൾ പോയതോ അതാണ് ജനുവരി 6-ാം തീയതി. ജനുവരി 6-ാം തീയതി ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരും. ഫോണില് ഫോട്ടോ എടുത്ത ഡേറ്റ് കറക്റ്റ് ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. അതായത് ഗൈസ് ജനുവരി 6-ാം തീയതിയാണ് ഫസ്റ്റ് ചാവക്കാട് ട്രിപ്പ് പോയത്.
വേണ്ട ഈ പരാജയം കേട്ടോ അനക്കറിയോ ജനുവരി 6-ാം തീയതി അല്ല എന്തായാലും ഗൈസ് അങ്ങനെ തന്നെയാണ് ജനുവരി 6-ാം തീയതിയാണ് ഇവൾക്ക് അറിയില്ല ഇവൾക്ക് സ്നേഹത്തിൽ 24ക്ക് പോയിക്കോ ആയിക്കോട്ടെ എന്തായാലും തൊണ്ണയാണ് എനിക്ക് 100% ഉറപ്പാണ് എന്തായാലും രണ്ടാണ് 0-0 ഇനി അടുത്തത് ഇതിന് എന്ത് മനസ്സിലായി ഒന്നും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായി നുണയനാന്ന് മനസ്സിലായി നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഡേറ്റ് സത്യം പറഞ്ഞാൽ വേറെ വിഷയമാണ് കേട്ടോ ഒരുവിധം ഭർത്താക്കന്മാർക്കൊന്നും അറിയണ്ടാവില്ല അറിയില്ല എല്ലാ ഭർത്താക്കന്മാരും പറയുന്നുണ്ടോ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ആലോചിക്കൊന്നുമില്ല അത് സത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് എത്ര ഭാര്യമാരുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് അറിയില്ല, ഫസ്റ്റ് കണ്ടത് അറിയില്ല, എന്നിട്ട് ഒരു ബന്ധമില്ലാതെ എന്തോ ട്രിപ്പ് പോയത് അറിയാം. ഇത് ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ വേണ്ടേ, ഇത് ഞാൻ വിശ്വസിക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് ഇങ്ങനെ ഇത്ര സ്നേഹമുള്ള മനുഷ്യന്മാരായി ഞാൻ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മളെ കല്യാണം ഉണ്ടായത് നവംബർ 5-ാം തീയതി. പിണറായി എനക്ക് പറയാനുള്ള കാര്യങ്ങള് അപ്പോ നവംബർ 5-ാം തീയതി ആകുമ്പോ സെപ്റ്റംബർ മകനെ ആഗസ്റ്റിലാണ് നമ്മളെ എൻഗേജ്മെന്റ് ഉണ്ടായത്. സെപ്റ്റംബർ 19-ാം തീയതി നമ്മുടെ എൻഗേജ്മെന്റ്. സെപ്റ്റംബർ സോറി ആഗസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു മാസം അങ്ങോട്ടായതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഗസ്റ്റ് എത്ര പറഞ്ഞേ? ആഗസ്റ്റ് അല്ല സെപ്റ്റംബർ. അല്ല ആഗസ്റ്റ് എത്ര? 22 ശനിയാഴ്ച അല്ല ഉണ്ടായിരുന്നു. അല്ല ശനിയാഴ്ച കല്യാണമായിരുന്നു അല്ലേ? ഇതോടെ എന്റെ അവസാനത്തെ വീഡിയോത് ഇനി എന്നെ കാണാൻ പറ്റുന്നില്ല. ചാലി അടിച്ചു അടുത്ത ചോദ്യം ചോദിക്കാം. ചോദിക്കുന്നത് ഇതൊക്കെ പൊതുവെ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് വേറെ 2 കൊല്ലം ആവണുള്ളൂ, എന്നിട്ട് ഓലെ പറയാം അതും കല്യാണത്തിന്റെ 1 മാസം മുന്നേ എൻഗേജ്മെന്റ് അത് വരെ മറന്നു. ഞാൻ ചോദിക്കണം അല്ലേ? ചോദിക്കണം. ക്യാമറ പോയപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അതായത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? എന്താ? നല്ല പണി വേണം, കടം കൊള്ളണം. ഈ വീഡിയോ വരുമ്പോ ഏകദേശം തീരുമാനമാണോ നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ലെന്നുള്ളത് മനസ്സിലാവും. ഇത് ഇന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അതിനൊക്കെ വേണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കി. പോട്ടെ. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ജോലിയാണോ? മനസ്സിലാക്കിയ ഭാര്യമാരാണ് ചെയ്യാൻ ആഗ്രഹമുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. കാര്യം എന്ന് പറയുമ്പോ എന്താണെന്ന് പറയണം. ജോലിയാണോ? അതായത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇന്നെങ്ങനെ സന്തോഷിക്കും.
വേറൊക്കെ എന്താ അപ്പൊ അനക്ക് മനസ്സിലായത് എന്താ കളി കല്യാണത്തിന്റെ മുന്നേ ആണെങ്കിൽ എന്നെ കെട്ടാൻ പറഞ്ഞു. ഇപ്പൊ ഇന്നേറ്റൊരു മൈൻഡ് ഇനി ബാക്കി എന്താ അതൊക്കെ നമ്മളെ പ്ലാൻ ബി അല്ലേ. കൈയുടെ കാക്കുവിന്റെ വാക്കിന്റെ ഒരു ബി ഉണ്ടാക്കാൻ എന്നിട്ട് പറയില്ല ഉറപ്പിക്കല്ലേ പനി എന്ത് ഒന്നും എത്ര ഓറക്കല്ലേ. ആ അപ്പൊ ഗൈസ് അവള് പരാജയപ്പെട്ടു. അവൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ജോലിയാണ് എന്താ സംഭവം പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, നമുക്ക് എന്താണെങ്കിലും ചിന്തിക്കാം. പക്ഷെ ഞാനതല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ മനസ്സിൽ, അതായത് ഇത്രയും ആരാധന പറഞ്ഞോ നല്ലൊരു ജോലി വേണം. അപ്പോ എന്താണെന്ന് കയ്യിൽ എന്താന്ന് കപ്പിന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. എന്റെ ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ലേ ഞാൻ ചോദിച്ചത്, ജോലിയാണോ? ഞാൻ ജോലി അങ്ങോട്ടൊക്കെ എന്റെ ചിന്ത ചിന്തിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് വേറെ കുട്ടീനെ ഇഷ്ടമാണ്, എന്നോട് പറഞ്ഞില്ല. പറഞ്ഞോ? അത് പറഞ്ഞല്ല വേണ്ട. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് പ്രശ്നം. അതല്ല നമ്മള് പറയാതെ പറഞ്ഞിട്ട് വേണോ? നമ്മുടെ ബോണ്ടില്ല. അല്ല കാക്കു ദിവസവും നേരം വെളുത്ത 4 കുട്ടികളൊക്കെ ചേർന്നോ ഞാൻ കിട്ടിയ. ഓഹോ അങ്ങനെയാണല്ലേ. ഞമ്മക്ക് ഒരാൾക്ക് ഇന്ന സാധനം ഇഷ്ടമാണ്, അതാ ഇഷ്ടാന്ന് പറയാ സംഭവം കാണണം. ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. ആൾക്കറിയില്ലൊക്കെ ചെറിയ കുട്ടികളെ ഇഷ്ടമാണ്. എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. പച്ചക്കള്ളം അത് ചോദിക്കാം, അടുത്ത് ചോദിക്കാൻ പറഞ്ഞ. അപ്പോ ഇത് നടക്കൂല കേട്ടോ. ഇതൊന്ന് തോൽപ്പിക്കാൻ വേണ്ടിട്ട് എവിടുന്നോ മുക്കുന്ന പറക്കെടുത്ത സാധനങ്ങളാണ്. ഇത് മമ്മൂട്ടി പറഞ്ഞ പോലെയാണല്ലോ, ഇത് ആര് ജയിച്ചാലും തോൽവി അതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? ഇതിൽ ആർക്കെന്ത് സംഭവിച്ചാലും പരാജയം. എല്ലാരും ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച്. ഫേവറേറ്റ് കളർ എന്താണ്? അവിടെ നോക്കി പറയും. എന്റെ ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് കളർ എന്റെ ബ്ലാക്ക്. അല്ല. അല്ലേ? അല്ല. കാക്കൂന് ജനുവരി 6 ട്രിപ്പ് പോകാൻ പറ്റും. എനിക്ക് എന്റെ കളർ മാറ്റാം. ഇന്ന് എന്നത്ര ഡേറ്റ്? എന്നാ എന്താ ഇന്ന് ഈ ദിവസം വരെ ബ്ലാക്ക് ടൈമില്ല ഇതില്. 3:44 വരെ ബ്ലാക്ക് ആയിരുന്നു. അത് മാറി വരെ അറിയില്ല. ബ്ലാക്കിനാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. കറക്റ്റാണ്. അല്ലട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ആണ്. പിങ്കോ? റോസ്. നിന്നോട് പറഞ്ഞ ബ്ലാക്ക് ആണെന്നാണല്ലോ. എന്തെങ്കിലും കൊല്ലത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാ ഞാൻ മനസ്സിലാക്കിയതാണ്. നിനക്ക് റോസാണ് ഇഷ്ടം. ഇത് മനഃപൂർവ്വമുള്ള. കാക്കൂന് ജനുവരി 6 ട്രിപ്പ് പോകാൻ പറ്റുമോ? അത് ജനുവരി 6 സത്യം ഞാൻ കാണിച്ചു തരാം. പറയും. അപ്പൊ 2 ഞാൻ ശരിയാക്കി. ഇവള് പൊട്ടത്തി. ശരിയാക്കിയോ? ഞാൻ ശരിയാക്കി. ഏത് ശരിയാക്കി? ബ്ലാക്ക് ജനുവരി 4. ഇപ്പൊ 2 ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ ട്രിപ്പ് പോയ ദിവസം ചോദിച്ചത് കാക്കോ, ഞാനില്ലേ. അടുത്തത് കാക്കു ചോദിക്കണ്ടത് ഞാൻ ചോദിക്കണ്ടല്ലേ? ഞാന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗെയിം ഏതാ? മറ്റേ സാധനം ഫുട്ബോളിന്റെ പെസ്സിന്റെ മറ്റേ സാധനം. എന്ത്? ഡ്രീം ലീഗോ എന്തിന്റെ പേര്? ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ കളിക്കണല്ല. പിന്നെ ടോട്ടൽ ഫുട്ബോൾ. ആര് പറഞ്ഞു? പറയണോ? കറക്റ്റാണ് ഗൈസ്. അത് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോ
അങ്ങനെയെങ്കിലും ഫേവറേറ്റ് അല്ല, ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ട്രിപ്പ് പോയത് എടുക്ക. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ട്രിപ്പ് പോയതോ? അതറിയാത്ത മനുഷ്യന്മാരുണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടാവോ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ട്രിപ്പ് പോയത് ഉമ്മാൻ്റെ അടിക്ക്. ഇടുക്കി, മൂന്നാറ്. ഇഷ്ടപ്പെട്ട കളർ ഏതാ? ബ്ലൂ. ബ്ലൂ അല്ലേ? ബ്ലൂ എന്റെയാണ് ഇനി ഉണ്ടാക്കണ്ട അല്ലേ? അപ്പൊ എനിക്ക് രണ്ട് ചാണകപ്പച്ച. എനിക്കിഷ്ടപ്പെട്ട കളറ് ബ്ലൂ തന്നെയാണ്. കറക്റ്റാണ്. അപ്പൊ 2-0. ചോദ്യം മാറ്റി ചോദിച്ചാൽ മതി. ഇനി അടുത്തത് എന്റെ ഫേവറേറ്റ് ഡ്രസ്. പറയട്ടെ? ഫേവറേറ്റ് ഡ്രസ്. ഫേവറേറ്റ് ഡ്രസ്സോ? പർദ്ദ അല്ലേ? കാക്കുവിന്റെ ഫേവറേറ്റ് ഡ്രസ് അല്ലേ എന്റെ ഫേവറേറ്റ് ഡ്രസ്? അപ്പോ മറ്റേ സാധനമില്ലേ, എന്താ പറയാ, ഇങ്ങനെ ഇങ്ങനെ കഴിച്ച സാധനം. സാധനമൊക്കെ അറിയില്ല. സാരിയോ? ഞാൻ സാരി ഇട്ടാണ് മണിക്കൂർ നടക്കല്. ഒരു വട്ടം കണ്ടിരുന്നു. പല വട്ടം വേറെ പല ഡ്രസ് ഇട്ട് കണ്ടിട്ടില്ല. അതിപ്പോ ഞാൻ ഏതാ പറയാ, എങ്ങനെ പറയാ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാറ്റഗറി അങ്ങനെ പൊട്ടു ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ജീൻസ് ഉണ്ടോ? എന്ത് ജീൻസ് ഉണ്ടോ? അപ്പവും അവളെ ഇഷ്ടപ്പെടാത്ത ഡ്രസ്സാണത്. ഇഷ്ടപ്പെട്ട ഡ്രസ് ജീൻസ് ഉണ്ടോ? ഞാൻ ജീൻസും ടീഷർട്ടും നല്ല ജീൻസും ടോപ്പും. ടോപ്പ് അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ടീഷർട്ട് ഇട്ട എന്താ പ്രശ്നം? ടീഷർട്ട് ഇട്ട എന്താ പുറത്തേക്ക് ഇറങ്ങൂല അല്ലെ? കുറച്ചൊക്കെ ഭർത്താക്കന്മാരെ ഇഷ്ടം നോക്കണ്ടേ? വെറുതെ അല്ല കമന്റ് ടോക്സിറ്റി സ്പീക്ക് തന്നത്. അല്ലടി, അന്നെ പറഞ്ഞില്ല.